സഞ്ജുവേട്ടാ, 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 സഞ്ജുവേട്ടൻ ഒന്ന് വാതില് തുറന്നേ. സഞ്ജുവേട്ടാ, സഞ്ജുവേട്ടാ, സ്വാതി, സ്വാതി. ഷോ, ഇത് എന്തൊരു ഉറക്കമാ സഞ്ജുവേട്ടാ. സ്വാതി, എന്താ സഞ്ജു, കുറച്ചേരും കൂടെ ഉറങ്ങട്ടെ. സഞ്ജുവേട്ടാ ഒന്ന് എണീക്ക്. സഞ്ജുവേട്ടാ, സഞ്ജുവേട്ടാ, സഞ്ജുവേട്ടാ വാതില് തുറക്ക്. സഞ്ജു, അമ്മോ, പതുക്കെ. എന്ത് ചെയ്യ സഞ്ജു? വാതിൽ തുറന്ന് അവൾ എന്നെ കാണില്ലേ? നേരെ ഒരുപാടായി. സഞ്ജുവേട്ടാ, സഞ്ജുവേട്ടൻ എന്തീ കാണിക്കുന്നേ? ഒന്ന് വാതിൽ തുറക്ക്. ഇവളിപ്പോ ബഹളം ഉണ്ടാക്കി ആള് കൂട്ടും. വാതിൽ തുറന്ന് കാണാതെ നമ്മള് പോവില്ല സഞ്ജു. സ്വാതി ഒന്ന് പതുക്കെ പറ. ഇനി എന്ത് പതുക്കെ പറയാനാ? അവൾ എന്നെ ഇതിനുള്ളിൽ കാണും. സഞ്ജുവേട്ടാ ഒന്ന് വാതില് തുറക്ക്. സഞ്ജുവേട്ടാ. എന്താ മോളെ? സഞ്ജുവേട്ടൻ വാതില് തുറക്കുന്നില്ലമ്മേ. അമ്മ വന്നു തോന്നുന്നു. സഞ്ജുവേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട്. അതിന് നീ ഇങ്ങനെ ഉച്ച വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ വെളുപ്പിനെയാവോ ഉറങ്ങിയിട്ടുണ്ടാവുക. നേരെ നന്നായി വെളുത്തിട്ടേ ഉണരൂ. അമ്മേ, പക്ഷെ വിളി കേൾക്കുന്നില്ല. ഉറങ്ങുന്നയാളെ എങ്ങനെ വിളി കേൾക്കാനാ? ഇതവന്റെ പതിവാ. അവനെ ഒച്ച കേട്ട് ഉണർന്നാ പിന്നെ അത് മതി. ഞങ്ങൾ ആരും അവനെ ഈ നേരത്തെ ഉണർത്താൻ വരില്ല. മോള് വാ, അരമണിക്കൂർ കൂടി കഴിയുമ്പോ അവനെ ഉണർന്നോളും. അയ്യോ, വാ മോളെ, വാ. ഇതിങ്ങനെ തുടർന്ന് എത്ര കാലം സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും? അവൾക്കൊന്നും അറിയാഞ്ഞിട്ടില്ലേ സഞ്ജു? നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്? നമുക്ക് ക്ഷമിക്കാം. എങ്ങനെയെങ്കിലും ഞാൻ റൂമിൽ നിന്ന് പുറത്ത് കിടക്കട്ടെ. എനിക്കങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. അമ്മുവല്ലേ സ്വാതിയുടെ കല്യാണം വരെ നടത്തിയത്. എന്നിട്ട് അവള് സ്വാതിക്ക് ഇങ്ങനെ ഒരു പണി കൊടുക്കും. ആദ്യമൊക്കെ ഞാനും അങ്ങനെ തന്നെയാ സംശയിച്ചത്, അവള് ചില്ലറക്കാരിയല്ലെന്നൊക്കെ. ഇതൊക്കെ അവളുടെ അടവാണോന്ന് ഞാൻ സംശയിച്ചു. എന്ന സത്യം അതല്ല ഗൗതം. മെമ്മറിയുടെ ഒരു ഭാഗം ബ്ലാങ്ക് ആയി പോകുന്ന പല കഥകളും കേട്ടിട്ടുണ്ട്. ഇതിപ്പം അങ്ങനെ സംഭവിച്ചതാവാം. പക്ഷെ നമ്മുടെ മുന്നിലെ ചോദ്യം അതൊന്നുമല്ല. അവള് പറഞ്ഞതുപോലെ സഞ്ജു തന്നെയാണോ ഇതുവരെ അവള് വെളിപ്പെടുത്താത്ത അവളുടെ ഭർത്താവ്? ആ വഴിക്ക് തന്നെ ഞാനും ചിന്തിക്കുന്നത്. ഇടയ്ക്ക് സഞ്ജയ് എന്ന് പറഞ്ഞ ഒരാൾ വന്നപ്പോഴാണല്ലോ നമ്മുടെ അന്വേഷണം സ്റ്റോപ്പായത്. അപ്പോഴും എന്റെ മനസ്സിലെ സംശയം പൂർണ്ണമായി മാറിയിട്ടുണ്ടായിരുന്നില്ല. ആ പയ്യനെ സഞ്ജുവും ദിനേശിനും കൂടെ ചേർന്ന് ഒരു മറയാക്കുകയായിരുന്നു. ഇനി ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സഞ്ജു തന്നെയാ അമ്മുവിന്റെ കരുത്തിൽ താലി കെട്ടിയത്. അമ്മു സ്വാതിയുടെ കരങ്ങളിൽ എത്തിയതും അവളെ മംഗലശ്ശേരിയിൽ എത്തിച്ചതും സഞ്ജുവിന്റെ പ്ലേ തന്നെയാ. ഇത്രയും കാലം അവൻ എല്ലാരെയും സമൃദ്ധമായിട്ട് പറ്റിക്കുകയായിരുന്നു. സ്വാതിയെ വെച്ചായിരുന്നു അവനെല്ലാം ചെയ്തു തുടങ്ങിയത്. അമ്മുവുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നെങ്കിൽ അവൻ ഈ പേക്കൂത്തുകളൊക്കെ സഹിച്ചു നിൽക്കില്ല. ലോകത്ത് ഏത് ചെറുപ്പക്കാരൻ ഇത് സഹിക്കും? അതും താലി കെട്ടിയ പെണ്ണ് കൂടെയുള്ളപ്പോ. അവൾക്ക് നാടും നാട്ടുകാരും ഇല്ലേ? എന്തുകൊണ്ട് സഞ്ജു അതിനൊന്നും ധൈര്യം കാണിക്കുന്നില്ല? അവൾക്ക് ഓർമ്മ തിരിച്ചു വരാനാ അവൻ ശ്രമങ്ങളൊക്കെ നടത്തുന്നത്.
അതോടെ അവള് പഴയ അമ്മു ആവും. ശ്രീകുട്ടിക്ക് സമാധാനാവും. ഇത് വച്ച് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാമെന്നാ നമ്മൾ ചിന്തിക്കേണ്ടത്. സഞ്ജുവിന്റെ സർവനാശമല്ലേ ആ പെണ്ണിലൂടെ നിന്റെ കയ്യിൽ വന്നിരിക്കുന്നത്. അമ്മുവിന് ഓർമ്മ ഒരിക്കലും തിരിച്ചു കിട്ടരുത്. അതിനു വേണ്ടുന്നതെല്ലാം നീ ചെയ്യണം. ഞാനത് ചെയ്യും. നമ്മൾ തമ്മിൽ ചില സ്വരച്ചേർച്ചയില്ലായ്മ വന്നിട്ടുണ്ട്. ഞാനതൊക്കെ മറന്ന ഗൗതത്തെ കാണാൻ വന്നത്. നീ കരുതുന്ന പോലെ എനിക്ക് നിന്നോട് യാതൊരു അകൽച്ചയുമില്ല. നീ കളത്തിലിറങ്ങിക്കോ, കൂടെ ഞാനുണ്ടാവും. ഞാൻ എന്റെ കരുക്കൾ നീക്കാൻ തുടങ്ങാണ്. ചേച്ചി കൊള്ളാം. ചേച്ചി പിഴുന്നിട്ടേ ഉള്ളോ? ഞാൻ ഉണരുന്നത് ഈ സമയത്താണെന്ന് നീ അറിയാഞ്ഞിട്ടാണോ? എനിക്കുള്ള ചായ ആയിട്ട് റൂമിൽ വന്ന് എന്നെ ഉരുട്ടി ഉരുട്ടി വിളിക്കുന്നത് നീ മറന്നോ? എന്നിട്ടും ഞാൻ ഉണർന്നില്ലെങ്കിൽ ചായക്കപ്പ് ടേബിളിൽ വെച്ച് എന്റെ കവളില് സ്നേഹത്തോടെ വന്ന് പിച്ചു. ശരിയല്ലേ? ശരിക്കും അപ്പൊ ഞാൻ ഉണർന്നിട്ടുണ്ടാവും. കള്ള ഉറക്കമാന്ന് നിനക്കും അറിയാം. അന്നേരം നിന്നെ ഞാൻ ബെഡിൽ വലിച്ചിട്ടിട്ട് കൂടെ കിടത്തും. അയ്യേ, എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? ഞാൻ ചായയുമായിട്ട് മുറി വരാഞ്ഞിട്ടാണോ? എനിക്ക് നാളെ തൊട്ട് ചേച്ചി എന്നെയായിരിക്കും കണി കാണാം. എന്റെ ദൈവമേ, ഇന്നലെ രാത്രി കഴിച്ചു കൂട്ടിയത് എന്നെ പേടിച്ച. എന്നെ കണി കണ്ട നല്ലതാണെന്ന് എല്ലാവരും പറയാറ്. നരേന്ദ്രൻ ചേട്ടന് എന്നും എന്നെ തന്നെ കണി കാണണം, അല്ലെങ്കിൽ നരേന്ദ്രൻ ചേട്ടന് കലി ഇളകും. അത് പേടിച്ച് ചായയുമായിട്ട് ഞാൻ ലച്ചുന്ന് വിളി കേൾക്കാൻ കാത്തു നിൽക്കും. ഉറങ്ങി ഉണരുമ്പോ അവള് പഴയ നിലയിൽ എത്തുമെന്ന് കരുതിയതൊക്കെ തെറ്റി. നീ എനിക്ക് ചായ ആയിട്ടൊന്നും വരണ്ട കേട്ടോ. ഞാൻ താഴെ വന്ന് എടുത്ത് കുടിക്കാറാ പതിവ്. ഒരു വീട്ടിലെ എല്ലാവരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു ചെയ്യുകയല്ലേ ആ വീട്ടിലെ മരുമോള് ചെയ്യേണ്ടത്. എനിക്കതിലൊന്നും ഒരു മടിയുമില്ല ചേച്ചി. ഞാൻ അങ്ങനെയൊക്കെ ചെയ്താലല്ലേ സഞ്ജുവേട്ടൻ എന്നോട് മതിപ്പുണ്ടാവുള്ളൂ. ലച്ചു എന്റെ ഭാര്യയാണെന്ന് സഞ്ജുവേട്ടൻ അഭിമാനത്തോടെ എല്ലാവരോടും പറയണം. അതാ എന്റെ പ്രാർത്ഥന. ചേച്ചിയുടെ ഭർത്താവ് വിദേശത്തല്ലേ? അവിടെ എന്താ ചെയ്യുന്നേ? എന്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരനാ. ആ, സഞ്ജുവേട്ടനും ബിസിനസ്സുകാരനാ. ബിസിനസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ആ, പിന്നെ ചേച്ചി എന്താ ഭർത്താവിന്റെ കൂടെ പോവാത്തെ? ഈ സമയം ചേച്ചി ഭർത്താവിന്റെ കൂടെയല്ലേ കഴിയേണ്ടത്? അതിനുള്ള സാഹചര്യം ഒന്നും വരണ്ടേ? ആരും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളല്ലേ വന്നിരിക്കുന്നെ. എങ്കിലും ഭർത്താവിന്റെ വീട്ടിലല്ലേ ഭാര്യ നിൽക്കണ്ടേ? ചേച്ചി അച്ഛന്റെ അമ്മയുടെയും കൂടെയോ അല്ല. ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, ചേച്ചി അങ്ങനെയൊന്നും പറയല്ലേ. ചേച്ചി ഇവിടെ ഉള്ളത് എനിക്കൊരു കൂട്ടല്ലേ. ഇന്നലെ എന്നെ സഞ്ജുവേട്ടന്റെ മുറിയിലേക്ക് അയക്കാൻ ചേച്ചി മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സഞ്ജു എന്തൊക്കെ പറഞ്ഞു? വിശേഷങ്ങളൊക്കെ കേക്കട്ടെ. അത് പിന്നെ സഞ്ജുവേട്ടന് വേണ്ടി എന്തൊക്കെയോ പൂജകൾ നടക്കുന്നുണ്ട്. അത് കഴിയാതെ ഒരു മുറിയിൽ ഞങ്ങൾ ഉറങ്ങിക്കൂടാ. അമ്മ വന്ന് അമ്മയുടെ മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയി. നിനക്ക് വിഷമം തോന്നിയില്ലേ? എന്തിന്? സഞ്ജുവേട്ടന് പ്രാണഭീതിയുണ്ട്. അതിനുവേണ്ടിയ പൂജ നടത്താനാ സഞ്ജുവേട്ടൻ ഞങ്ങളുടെ നാട്ടിൽ വന്നത്. അയ്യോ, സംസാരിച്ചു നിന്ന് സമയം പോയി. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. കാവേരിയപ്പിച്ച് മാത്രമേ ഉള്ളൂ അവിടെ. ചേച്ചിക്ക് ചായ ഊണുമുറിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ കാണാം. അവൾ ഈ വീടിന്റെ മരുമകളായി മാറിക്കഴിഞ്ഞു.
ചായ. അമ്മുവിന്റെ കാര്യത്തിൽ നീ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോ? ഇല്ല, അവളിപ്പോഴും ആ പഴയ അവസ്ഥയിൽ തന്നെയല്ലേ അച്ഛ. നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കിട്ടുന്നില്ലല്ലോ. കാണുമ്പോ വല്ലാത്ത സങ്കടം തോന്നുക. ഇനി അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല. എത്രയും വേഗം അമ്മുവിന് നല്ല ചികിത്സ കിട്ടണം. അതിനുവേണ്ട ഏർപ്പാടുകൾ നമ്മളാ ചെയ്യേണ്ടത്. അറിയാമല്ലോ, അത് നമ്മുടെ കടമയാണ്. അറിയാച്ച, എങ്ങനെയും എന്റെ മോള് നേരെയായാൽ മതിയായിരുന്നു. ഒക്കെ നേരെയാവും. അവളെ നല്ല മനസ്സുള്ളവള. ദൈവം ഒരിക്കലും അമ്മുവിനെ കൈവിടില്ല. അമ്മുവിന്റെ ചികിത്സയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. അതിന് എത്ര തന്നെ ചെലവുണ്ടായാലും നമ്മൾ തന്നെ ഇത് ചെയ്യണം. എന്റെ അഭിപ്രായത്തിൽ അമ്മുവിന് മാറി നിൽക്കാൻ പറ്റിയൊരിടം നമ്മൾ കണ്ടെത്തണം. അതാ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോ അമ്മു സഞ്ജുവായിട്ട് ഇടപഴകുന്നതിൽ ശ്രീകുട്ടിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അത് അമ്മുവിനോട് അവൾക്ക് അത്രയേറെ സ്നേഹമുള്ളതുകൊണ്ട്. പക്ഷേ എന്നും അങ്ങനെ ആവണമെന്നില്ല. മനുഷ്യന്റെ മനസ്സാ, പ്രത്യേകിച്ചും ഈ പ്രായത്തിലുള്ളൊരു പെൺകുട്ടിയുടെ. അതൊരു നിമിഷം ചിലപ്പോ കൈവിട്ടു പോയെന്ന് വരും. സ്വന്തം ഭർത്താവിനോടുള്ള അവകാശവും സ്നേഹവും എന്തിൻ്റെ പേരിലായാലും പങ്കുവയ്ക്കുന്നത് ഒരു പെണ്ണ് സഹിക്കില്ല. ഞാൻ കുറേ ജീവിതം കണ്ടതാ. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക. ഭാവിയിൽ അതൊരു പ്രശ്നമായി തീരരുത്. ശ്രീകുട്ടിയുടെ ജീവിതത്തെ അത് ബാധിക്കരുത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓവച്ച, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 1-2 ദിവസമായി ഇക്കാര്യം നിന്നോട് സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, നടന്നതൊക്കെ എനിക്ക് വലിയ അത്ഭുതമായിട്ടാ തോന്നുന്നേ. അന്ന് ശാസ്ത്രികള് പറഞ്ഞതല്ലേ, സഞ്ജു മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോ അവൻ ആദ്യം താലി കെട്ടിയ പെണ്ണ് ഖദർ മണ്ഡപത്തിൽ ഉണ്ടാവൂന്ന്. അതൊക്കെ കഴിഞ്ഞില്ലേ? സഞ്ജു ശ്രീകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയല്ലോ. മറുത്തൊന്നും സംഭവിച്ചില്ലല്ലോ. അല്ലച്ച, ശാസ്ത്രികള് പറഞ്ഞ ആ പ്രവചനം അതുപോലെ ഫലിച്ചു. മനസ്സിലായില്ല? അച്ഛ, നമ്മുടെ സഞ്ജു ആദ്യം താലി കെട്ടിയത് അമ്മുവിന്റെ കഴുത്തില്ല. കുറെ നാള് മുൻപ് നടന്നതാ. എല്ലാം യാദൃശ്ചികമായി സംഭവിച്ചതാ. ഇതെന്താ പോവോ? നിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഇതെന്താണെന്ന് അറിയോ? ഞാനങ്ങനെ അറിയാനാ? നാട്ടിൻപുറത്തെ ചില കല്യാണങ്ങൾക്ക് താലി കെട്ട സമയത്ത് ആശീർവദിക്കാൻ എറിയുന്ന നെല്ലും പോവാ ഇത്. അല്ല, ഇന്നലെ നീ ആരുടെയെങ്കിലും കല്യാണത്തിന് പോയിരുന്നോ? കല്യാണത്തിനോ? ആരുടെ? ഇനി ഞാനറിയാതെ നീ രഹസ്യമായിട്ട് വല്ല കല്യാണം കഴിച്ചോടാ? ഇനി നീ എന്റെ മുമ്പിൽ നിഷേധിക്കോ? ക്ഷമിക്കണേ അമ്മ. അതാ സത്യം.
അച്ഛാ. അയ്യോ അച്ഛാ. എനിക്കിപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാനാവുന്നില്ല. അപ്പോ അമ്മോള് കുട്ടി അവളാ നമ്മുടെ സഞ്ജുവിന്റെ. അതെ അച്ഛ, അന്ന് ലച്ചു അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. സഞ്ജു അങ്ങനെ തന്നെയാ. അന്നത്തെ ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. തുടർന്ന് അവൾക്കവൻ രക്ഷകൻ മാത്രമായിരുന്നു. എന്നാലും വീണ്ടും അവൻ ശ്രീകുട്ടിയെ താലി കെട്ടുക, അതും പാവമല്ലേ മോളെ? അച്ഛനറിയാലോ, അത് ലച്ചു തന്നെയാ മുൻകൈ എടുത്ത് നടത്തിക്കൊടുത്തു. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സഞ്ജുവും അവളും എല്ലാം വല്ലാത്തൊരു കുരുക്കലാപ്പെട്ടിരിക്കുന്നത്. ഇനി എത്ര പരിഹരിക്കാൻ ശ്രമിച്ചാലും ആ കുരുക്കം മുറുകി മുറുകി വരികയുള്ളൂ. സത്യത്തിൽ എന്റെ മോനും നമ്മളും പെട്ടുപോയ അവസ്ഥയില്ല. എന്റെ സഞ്ജുവിന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീയെങ്കിലും എന്നോട് പറയാൻ ഞാൻ. എന്നാൽ ഒരിക്കലും എന്ത് ന്യായമൊക്കെ പറഞ്ഞാലും ശരി, സഞ്ജുവിനെ വീണ്ടും ഒരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അച്ഛ, എല്ലാം അറിയാൻ ഞാനും വൈകിപ്പോയി. അറിഞ്ഞ ശേഷം പിന്നെ ആ സത്യം മോനോട് ചോദിക്കാനും എനിക്ക് ധൈര്യം വന്നില്ല. ഇങ്ങനെ സംഭവിച്ചു പോയ സ്ഥിതിക്ക് ഇനി എനിക്ക് അവനോട് ചോദിക്കാനും ആവില്ല. പിന്നെ ഒരാശ്വാസം, ലക്ഷ്മി സ്വബോധത്തോടെ ആ സത്യം ആരോടും ഒരിക്കലും പറയില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ ഓർമ്മയില്ലാതെ അവൾ ഇങ്ങനെ ഓരോന്ന് പറയാ, അതും ശ്രീകുട്ടി കാര്യാക്കിയില്ല. ഇപ്പോ ശ്രീകുട്ടി ഇതൊന്നും കാര്യമാക്കിയിട്ടില്ല. പക്ഷേ താമസിക്കാതെ എല്ലാം കാര്യമാക്കും. പ്രശ്നം നീറിപ്പോയാൻ തുടങ്ങും. ഞാനാ പറയുന്നത്, അതിന് മാറ്റം ഉണ്ടാവില്ല. എല്ലാവരും കൂടി ഇപ്പോൾ സഞ്ജുവിന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു കുരുക്കം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവന്റെ ജീവിതം തന്നെ തകർന്നു പോകുന്ന കുരുക്ക്. ഇതെങ്ങനെ ഇലയ്ക്കും മുഴുവൻ കേളില്ലാതെ അവസാനിപ്പിക്കാം? അതേക്കുറിച്ച് എല്ലാവരും കൂടി ചിന്തിക്കുക. എന്റെ സഞ്ജുമോൻ, അവന്റെ ജീവിതം തീർത്തും കൈവിട്ടു പോയിട്ട് ഒടുവിൽ ആരും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. അമ്മ എന്താ ഒന്നും കഴിക്കാത്തെ? കുറെ നേരമായിട്ട് ഇതേ ഇരിപ്പാണല്ലോ. എന്താ മുത്തശ്ശി, സുഖമില്ലേ? മമ്മി, മുത്തശ്ശി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ബോഡി ചെക്കപ്പ് ചെയ്യണം. പ്രായം കുറെ ആയില്ലേ, ബിപിയോ ഷുഗറോ ഉണ്ടോന്ന് എങ്ങനെ അറിയാം? മോള് പറഞ്ഞത് ശരിയാ. അമ്മയെ ഞാൻ നാളെ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അമ്മയ്ക്ക് എന്താ വിശപ്പില്ലേ? എനിക്കങ്ങനെ കാര്യമായ അസുഖങ്ങളൊന്നുമില്ലെന്നാ മനയിലെ ഡോക്ടറെ കൊണ്ട് നോക്കിയിട്ട് അമ്മ പറഞ്ഞത്.
അവനൊരു ആയുർവേദ ഡോക്ടറല്ലേ? ഒരു കുഴപ്പമില്ലെന്ന് ലാബ് ടെസ്റ്റ് ഇല്ലാതെ എങ്ങനെ പറയാനാവും? രാവിലെ അമ്മ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ മുത്തശ്ശിയുടെ പ്രശ്നം മനസ്സിന്റെ എന്താ മുത്തശ്ശി? കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പോയി കാണണമെന്നുണ്ടോ? എങ്കിൽ മുത്തശ്ശി പറഞ്ഞോളൂ, മുത്തശ്ശിയെ ഞാൻ കൊണ്ടുപോവാം. അമ്മയുടെ മനസ്സിൽ അതാണെങ്കിൽ ഇനി വേണ്ടമ്മേ. അതൊരു സ്വപ്നം പോലെ അമ്മ മറക്കണം. എനിക്ക് അവരെ കാണണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അതിനും മാത്രമുള്ള ഓർമ്മകളും ഇല്ല. ഒരു മൂടൽ മഞ്ഞു പോലുള്ള ഓർമ്മകളേ ഉള്ളൂ. എങ്കിൽ നല്ലത്. പക്ഷേ എനിക്ക് ഒരാളെ ഒന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. അത് അമ്മൂനെയാ.